ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മേക്കിങ്ങിൻ്റെ സാധനം എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇപ്പോൾ പല വീട്ടമ്മ പറയും, അയ്യോ സമയം കിട്ടുന്നില്ല, നമ്മൾ വീട്ടിലെല്ലാ ജോലി ഭക്ഷണത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പിന്നെ സമയം കിട്ടുന്നില്ല, സമയമായിപ്പോന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ നമ്മൾ സമയം കണ്ടെത്തണം, ഓരോ ജോലി ചെയ്യണമെങ്കിലും നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കുറച്ച് സമയം എത്തി എന്തെങ്കിലും ഒരു വേറെ ഒരു ജോലി ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യേണ്ട വിധമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യേണ്ടിക്കൽ നമ്മൾ സമയം കണ്ടെത്തുക വേണ്ടത്. അപ്പോൾ ആ കണ്ടെത്തുന്ന ഏത് വിധമാണെന്ന് ചില ആൾക്കാർക്ക് നല്ലൊരു ഐഡിയകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഏത് വിധത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം നമ്മൾ ഈ ജോലി എടുത്ത കുറച്ച് വേറെ നാളെ ഇത് പെട്ടെന്ന് ഭക്ഷണമെല്ലാക്കി നമ്മൾ വേറെ നമുക്ക് എന്തെങ്കിലും പറ്റുന്ന നമ്മൾ വീട്ടിൻ്റെ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒന്നിക്കൽ കൃഷി ആയാലും കൃഷി, അല്ലെങ്കിൽ ടൈലർ ജോലിയാണെങ്കിൽ ടൈലർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ജോലിയാണെങ്കിൽ അത്. അതിനൊരു 2-3 മണിക്കൂർ കണ്ടെത്താൻ എന്താണ് അതിൻ്റെ ഐഡിയ, അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഇത് 3 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് മല്ലി, അത് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ജീരകം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് ഒരു ഡബ്ബയിലിടും. നമ്മളിപ്പം പല കറികളാക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് അതെടുത്ത് അത് വറുത്ത് ഇത് വറുത്ത്, അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നമ്മൾ ഇത് കുറച്ച് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് ഒരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഈ ഉലുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വയറ്റിൽ വേദന വന്ന് പിന്നെ വയറ്റിൽ വേദന നിൽക്കുന്നില്ല, വയറ്റിൽ നിന്ന് പോക്ക്, ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് രാത്രിയെല്ലാം ആകുമ്പോൾ നമുക്ക് ഒരു മരുന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വയറ്റിൽ നിന്ന് വേദനയും തൂറലും നിൽക്കണമെങ്കിൽ നമ്മൾ ഒരു കട്ട തൈര് ഉണ്ടെങ്കിൽ 1 സ്പൂണ് കട്ട തൈരും എടുത്ത് ഒരു 1/2 സ്പൂണ് ഈ ഉലുവയും ഇതാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നിൽക്കും, വയറ്റിൽ വേദന നിൽക്കും. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കുട്ടികളെല്ലാം യാത്ര പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വറുത്ത് പൊടിച്ച് ഒരു ചെറിയ ഒരു ഡബ്ബയിലാക്കിയിട്ട് കൊടുക്കുന്നതും നല്ലതാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് അത് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഓരോന്നായിട്ട് വറക്കാം. ചീനച്ചട്ടി വെച്ച് ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ഉലുവ വറുത്തെടുക്കാം. ഉലുവ വറുക്കാം. ഉലുവ മാത്രമല്ല, നമ്മൾ ഈ മുളക്, നമ്മൾ ഈ കായ് മുളക് നമ്മൾ പീടികയിൽ നമ്മൾ അന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ 200 ഗ്രാം ഇത് പൊടിച്ചതിന് എത്രയാണ് പൈസ പറഞ്ഞത്? അവിടെ പൊടിച്ചതിൻ്റെ 60 ഉറുപ്പ്യാണ് പൊടിച്ചതിൻ്റെ ഇത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചില്ലി ഫ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് 60 ഉറുപ്പ്യ പറഞ്ഞു. അപ്പം അത് കുറച്ചല്ലേ ഉള്ളൂ, 200 ഗ്രാം. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കായ് മുളക് നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഞാൻ ഈ ഒരു കോപ്പയിൽ കായ് മുളക് ഇതിൻ്റെ നെട്ടെല്ലാം ഇതാക്കിയിട്ട് നമ്മൾ ചില്ലി വേസും കൂടി നമ്മൾ റെഡിയാക്കും. പിന്നെ വെളുത്തുള്ളി കുറച്ച് നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ അരച്ച് നമ്മളൊരു ബോട്ടിലേക്ക്, ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം. അന്നേരം പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു എവിടെയെങ്കിലും പോയി വന്നാൽ പെട്ടെന്ന് നമുക്കൊരു 2 മുട്ടക്കറിയോ അല്ലെങ്കിൽ ഒരു മീൻ വാങ്ങിക്കൊണ്ടു വന്നാൽ ഒരു പുളിമുളകെല്ലാം ആക്കണമെങ്കിൽ പെട്ടെന്ന് ശേഷം മുളക് പൊടിയും ഇതെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു കറി 1 മണിക്കൂറും വേണം, ചോറും കറിയാക്കാൻ 1 മണിക്കൂറും വേണം, പെട്ടെന്ന് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതിനുള്ള എളുപ്പമാർഗ്ഗങ്ങളാണ് ഞാൻ പറയാം. എനിക്കിപ്പോൾ ഞാൻ വെറുതെ എന്തിനാ സമയം പോക്കുന്നത്, നമുക്കിപ്പോൾ യൂട്യൂബും വീഡിയോയെല്ലാം എടുത്ത് സമയവും അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബാഗിൻ്റെ മെറ്റീരിയലെല്ലാം കുറേ ബാക്കിയുണ്ട് എൻ്റെ അടുത്ത്. അപ്പം ബാഗിന് കുറച്ച് ഞാൻ ആദ്യം കൊടുത്ത ആൾക്കാരെല്ലാം കുറച്ച് ചോദിക്കുന്നുണ്ട്, ഇപ്പം തയ്ക്കലില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്കത് സമയം കണ്ടെത്തി ആ ബാഗിൻ്റെ പരിപാടി ചെയ്യാനുള്ള അന്ന് കുറച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ കളറെല്ലാം മാറി. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അത് വറുത്ത് ഇനി അടുത്ത് നമുക്ക് വറുക്കാം.
ജീരകം 2 ടേബിൾ സ്പൂൺ ജീരകം. നമ്മളിപ്പോൾ കടയെല്ലാം നടത്തുന്നുണ്ട് നമുക്കിത് കുറേ പൊടിച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട്ടിലേക്കല്ലേ, ഇതിപ്പോൾ നമുക്ക് കുറേ ദിവസം നടക്കും. നമ്മളത്രയല്ലേ ഉള്ളൂ, 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ കടയിലെല്ലാം ആണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ജോലി എളുപ്പം കഴിയും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരുന്ന സാധനം ക്ലീനാക്കി വേഗം അത് ഇടുകയേ വേണ്ടു. അപ്പോൾ ഇതൊന്ന് വറുത്ത് പൊടിച്ച് കണിഞ്ഞ് നമുക്ക് കോപ്പയിൽ ഒരു പിന്നെ കുപ്പിയിൽ നല്ലോണം ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഭക്ഷണം എല്ലാം ആക്കാം. ഞാൻ ആദ്യമെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ജോലികളെല്ലാം എന്ന് വെച്ചാൽ പെട്ടെന്ന് തീരും. അങ്ങനെ തുന്നിക്കൊണ്ടിരുന്നില്ല. ആദ്യം ഇങ്ങനെയെല്ലാം വേഗം പെട്ടെന്ന് ജോലിയാണ്. പിന്നെ ഞാനിവിടെ നാട്ടിൽ വന്നേരാണ് ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ഈ സാമ്പാർ പൊടിയെല്ലാം വാങ്ങുന്നത്. അല്ലെ ഞാൻ തന്നെ തയ്യാറാക്കുന്നത് തന്നെയാണ്. വെച്ചാൽ ഞാൻ ഇങ്ങനെ 6 മാസത്തേക്ക് വേണ്ടുന്ന മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിയും എല്ലാം വാങ്ങി കഴുകി ക്ലീനാക്കിയിട്ടെല്ലാം ഉണക്കി പൊടിച്ചിട്ട് വെക്കുന്നതാണ്. ഈ കുപ്പിയിലേക്ക് 6 മാസത്തേക്ക് ഇട്ട വെക്കാം. എന്നുവെച്ചാൽ ഈ പൊടിയിലെല്ലാം നമ്മളെ കട്ടക്കായം, ആ കട്ടക്കായം നമ്മൾ അതെല്ലാം കഴുകി ഉണക്കി നമ്മൾ മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഈ കുപ്പിയിലെ കുപ്പിച്ചില്ലിൻ്റെ ഈ വരുന്ന ഡബ്ബയിലാണ് അതിലാണ് സൂക്ഷിക്കേണ്ട കുപ്പിയിൽ. അപ്പോൾ കുറേ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് പൂത്തു പോകാണ്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഈ കട്ടക്കായം വരുന്നില്ലേ, ഒരു കഷ്ണം കായം ഉണക്കുന്നതിന് നമ്മളൊരു ചെറിയ നല്ലൊരു തുണിയിൽ കായം നല്ലോണം പൊതിഞ്ഞ് നല്ല കെട്ടി ഒരു കിഴിയോലാക്കിയിട്ട് ഈ മുളകിൻ്റെ അടിയിൽ പാത്രത്തിൽ അതിൻ്റെ നടുവിലോട്ട് കഷ്ണം അധികം വേണ്ട കുറച്ചിട്ട് കൊടുക്കുക. അന്നേരം ഈ മുളക് പൊടിയും ഈ മല്ലിപ്പൊടിയൊന്നും പൂക്കൂല. പിന്നെ അങ്ങോട്ടെല്ലാം ഈ നമ്മുടെ ഇന്ത്യൻ നാട്ടിലേക്ക് നോർത്തിലെല്ലാം കാണാം ഈ ദീപാവലി എന്ന് പറഞ്ഞ ഒരു തന്തരസ് എന്ന് പറഞ്ഞാൽ അതിൽ മുമ്പേ വരുന്നുണ്ട്. അപ്പോൾ അതിനവർ ഈ കൊല്ലത്തോടുള്ള സാധനങ്ങൾ, നമുക്ക് മലയാളിക്ക് അതൊന്നും ആവില്ല, പക്ഷേ അവരങ്ങനെ നിറച്ച് വെക്കും. എന്നിട്ട് അവർ ഈ പച്ചക്കറികൾ മാത്രമാണ് ഈ ആഴ്ചക്ക് വാങ്ങുന്നത്. ബാക്കിയെല്ലാം വർഷങ്ങളോളം അവർ സൂക്ഷിക്കുന്നത്. ഈ അരിയായാലും ഗോതമ്പായാലും ഈ പരിപ്പെല്ലാം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം ഇടുന്ന ഒരു മെഡിസിൻ വരുന്നുണ്ട്. അത് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ മെഡിസിൻ ഇടാൻ ഇഷ്ടമില്ല, താല്പര്യം അവർ തുണി കിഴി കെട്ടിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മളെ വേപ്പിലയില്ലേ, ആ വേപ്പില കുറച്ച് പറിച്ചിട്ട് അടിയിലിടുക, അതിൻ്റെ നടുക്ക് ഇടുക. ആ സമയത്ത് ഈ പ്രാണികളോ ഇല്ലെങ്കിൽ ഈ കൊത്തനില്ലേ അതും നമ്മളെ ഇതിലൊന്നും വരില്ല. അപ്പോൾ ജീരകം കുറച്ച് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കൊന്ന് മാറ്റി തണിയാൻ വെക്കാം. അപ്പോഴത്തെ ഓരോന്നോരോന്ന് റെഡിയാക്കാം. പൊടിക്കാനായിട്ടില്ല, പൊടിക്കാനായില്ല. ഇതെല്ലാം ഒന്ന് വറുത്ത് കൈ ഇരുന്നിട്ടേ അതെല്ലാം മറ്റേതെല്ലാം ആക്കുമ്പോഴത്തെ ആദ്യത്തെ എല്ലാം നനഞ്ഞു വരും. റെഡിയായി. ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി എല്ലാം തണിയട്ടെ. അപ്പോൾ അടുത്തത് നമുക്ക് 3 തരമുള്ള പരിപാടിയാണ്. അടുത്തത് നമുക്ക് ഒരു സ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണാണ്. 1 സ്പൂണ് മല്ലി, കൊറിയാണ്ടർ ഇല്ലാത്തൊന്നും, പിന്നെ 1 സ്പൂണ് ജീരകം. അപ്പോൾ ഇത് 3ഉം കൂടി നമുക്ക് ഒന്ന് പൊടിച്ച് വെക്കാം. അപ്പോൾ 3 പൊടിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കറികളിൽ ഇത് 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നല്ല ഈ 3 കൂടി ചേർന്നാലുള്ള ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലും കാര്യങ്ങളാണ്. അത് ഓരോ കുക്കിങ്ങിലിട്ട് ഞാൻ കാണിച്ചു തരും. ഇനി ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. ഓക്കെ, ആക്കി. 3 പൊടിച്ച് വെച്ച് ഇനി നമുക്ക് ഒരു ബൗള് ചെറുങ്ങനെ ഒന്ന് വാടാനാണ്. അധികം ഇതാക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലില്ലാത്തതുകൊണ്ട് ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ പച്ചയിൽ തന്നെ പൊടിക്കണ്ടേ. പക്ഷേ ഒരു ചെറുങ്ങനെ ലൈറ്റായിട്ട് അധികം വറക്കൊന്നും വേണ്ട. ഒരു ചൂടിന് വേണ്ടിയിട്ടാണ്. വെയിലില്ലല്ലോ അങ്ങനെ, മഴക്കാറാണ്. അപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഒരു ലൈറ്റായിട്ടൊന്ന്
മഴയും പെയ്തായിരുന്നു ഇന്ന്. ഇപ്പോൾ ഒരു 3 കഴിഞ്ഞ് മഴ പെയ്ത് നല്ല. അപ്പോൾ നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയില്ല. വെയിലില്ലാത്തതൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ. വെയിലുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഒരു 2-3 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് അപ്പാട് പൊടിച്ച് കുപ്പിയിലേക്ക് ആക്കി വെക്കാം. വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷയിൽ ചൂടാക്കി കൊടുത്ത് വെച്ചത്. എന്നാൽ നല്ലോണം പൊടിയല്ല ചൂടായാലും. പിന്നെ ഇനി നമുക്ക് അടുത്ത ഇത് ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ജീരകം ഇടുന്നുണ്ട്. ഇതൊന്ന് പൊടിക്കാം. വെച്ച് വെക്കുന്നുണ്ട്. കള്ളാസ് ചപ്പാടെടുത്ത് നമുക്ക് കുപ്പിയിൽ ഇടാൻ നല്ല എളുപ്പമാണ്. കുറച്ചൊരു കരി പോലെ ജീരകം വറുത്ത് പൊടിച്ചു. ജീരകം വറുത്ത് പൊടിച്ച് ഇനി ഇതവിടെ വെച്ച് ഇനി അടുത്തത് നമുക്ക് മല്ലിയും ജീരകവും കൂടി 3 കൂടി അതും കൂടി ഒന്ന് അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. കൂടുതൽ ഇത് പൊടിക്കൂല. ഒറ്റ പ്രാവശ്യം വന്നിട്ട് നല്ല ഈ പൊടിയുന്ന മിക്സ് ചെയ്താണല്ലോ പൊടിയുന്ന ജാറിലിട്ടിന് ഇതും കൂടി നമുക്ക് ഇങ്ങനെ കള്ളാസിലിടുന്ന വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓട്ടക്കുപ്പിയിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇതിങ്ങനെയും പൊടി വരും. പക്ഷെ 3 കൂടി ആവാൻ നല്ല. അപ്പോൾ ഇത് കൊടുത്ത് അതിന് അടുത്ത് നമുക്ക് ഉലുവ ഉലുവയും വറുത്ത് പൊടിച്ച് വെള്ളം കൂടി ഇതെല്ലാം തണിയാൻ വെക്കുക. തണിയതിന് ശേഷം നമുക്ക് ഓരോ കുപ്പിയിലേക്ക് മാറ്റാം. 3 ടീസ്പൂണ് നമ്മൾ 3 ടീസ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറക്കൂല. ഇത് വറക്കാണ്ട് ഒന്ന് മാത്രം കറക്കും. ആക്കണമെങ്കിൽ വേഗം വെളുത്തുള്ളിയെല്ലാം പൊളിച്ച് വെച്ചാൽ അതും കൂടി പൊളിച്ച് വെച്ചാൽ വേഗം നമുക്ക് രസമെല്ലാം ഉണ്ടാക്കും. ഒന്ന് കറക്കുകയുള്ളൂ. ഇത് ഒരൊറ്റ കറക്കേ കറക്കും. ചെറുങ്ങനെ ഒരു കറക്ക്. ഒന്ന് മുഴുവനാണല്ലോ. അപ്പോൾ ഈ വിധത്തിലൊന്ന് പൊടിച്ച് വെക്കാം. ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇനി വെള്ളം നമുക്ക് അടുത്തത് നമുക്ക് കായ്മുളക് ചില്ലി ഫ്ലേക്സ് ആക്കാൻ നമുക്ക് ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് വറക്കൂല. ഇത് ചൂടാക്കിയത് വെയിലില്ലാത്തതുകൊണ്ടാണ്. ഇത് ഒരു നനവ് കാട്ടിയാൽ വേഗം പൊടിയൂല. അതുകൊണ്ടാണ് ഞാനൊന്ന് ചീനച്ചട്ടിയിലിട്ടത് ചൂടാക്കിയത്. ഈ ഫ്ലേക്സും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഫ്ലേക്സ് റെഡിയായി. ഇത് നമുക്കൊരു ബോട്ടിലിട്ട് വെക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ്ട. ഇതിന് കടയിൽ നിന്ന് 200 ഗ്രാമിനല്ല 60 ഉറുപ്പ്യൻ്റെ ഒരു കുറച്ച് മുളക് 60 ഉറുപ്പ്യൻ്റെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാം. ഇത് നമ്മൾ ആംപ്ലേറ്റ് ആക്കിയാലും എല്ലാത്തിനും ഉപയോഗിക്കാം. മീൻ കറി ആയാലും എല്ലാം ഒന്ന് ആംപ്ലേറ്റിനെല്ലാം ഇങ്ങനെ ചുറ്റും ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൂടെ നല്ലൊരു കാണാനും ഭംഗി അതൊരു ടേസ്റ്റുമാണ്. ഈ കടലാസിൽ എന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വേഗം നമുക്ക് കുപ്പിയിലേക്ക് ഇടാം. പുറത്തൊന്നും പോവില്ല. നല്ല സുന്ദരമായിട്ട് ഉള്ളിൽ പോയി കണ്ട ഒന്നും പുറത്ത് പോയില്ല. അപ്പം നമ്മൾ കുറച്ചേ പൊടിച്ച് വെച്ചിട്ട് ഇത് 3 കൂടി മിക്സ് ആയതാണ്. ജീരകം, പെരുജീരകം, നമ്മളെ ഇത് മല്ലി. അപ്പോൾ ഇത് 3 ഇതിലൊന്ന് റെഡിയായി. ഇനി അടുത്ത കുപ്പിയിൽ ജീരകത്തിന് പിന്നെ നല്ല ഇതാണ്. ജീരകം കുറച്ച് ഇതുണ്ട്. അപ്പോൾ അടുത്തത് കൂടി നമുക്കിങ്ങനെ ഒന്നും പുറത്ത് പോവില്ല. എല്ലാം അടുത്തത് ജീരകം ഇട്ട് ഞാൻ ഈ ചെറിയ കുപ്പികളെല്ലാം ഈ നമ്മൾ നെയ്യ് വാങ്ങുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴുകി ഇങ്ങനെ ചെറിയ ഇട്ട് വെക്കും. നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതിങ്ങനെ ആയി. ഇനി മൂന്നാമത്തെ ഇത് ഉലുവ. ഇതും നല്ല ഉലുവ വറുത്ത് പൊടിച്ച് ഇതും നമുക്ക് ഇങ്ങനെ ബോട്ടിലേക്ക്
ഗ്യാസിലേക്ക് റെഡിയാക്കി. അത് മൂന്നും റെഡിയായി. ചെറിയ കുറച്ച് വണ്ണമില്ല കുപ്പിയിലാണ് ഇട്ടു. ഇത് കുറച്ച് ഇതും കൂടി നമുക്ക് കുപ്പിയിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമുക്ക് മുളക് അത്ര പൈസ തന്നെ ഇങ്ങനെ കുറേ 3-4 പ്രാവശ്യം നമുക്കാക്കാം. അപ്പോൾ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ പൊടിച്ച് നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചാണ്ട ഇങ്ങനെ കടലാസിലാക്കി ഒന്നും പുറത്ത് ഒരു തുള്ളി പോലും പുറത്ത് പോയിട്ടില്ല. ഇത് റെഡിയായി. അത് റെഡിയാക്കി. ഇതാണ് മല്ലി. നമ്മൾ ഒറ്റയൊരുക്ക കറക്കി ഇട്ടതാണ്. നമ്മൾ രസത്തിനെല്ലാം ഇടണമെങ്കിൽ പെട്ടെന്ന് രസത്തിനും വേറെ നല്ല പച്ചക്കറികളെല്ലാം ഉണ്ടാകുമ്പോൾ ഇത് ഇടാം. അതിൻ്റെ ഓരോ വീഡിയോ ഞാൻ കാണിക്കാം, ഓരോന്നിനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതും കൂടി നമ്മൾ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി. എന്നാൽ കുക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യാം. നമ്മൾ ഇതും റെഡിയാക്കി വെച്ച് തേങ്ങ കുറച്ച് വറുത്തരച്ച് അരച്ച് വെക്കുകയാണ്. ഇത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. കരിയാമ്പില കുറഞ്ഞു പോയി. കരിയാമ്പില അത്രയേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും ഇടുന്നത്. ഒരു 1/4 സ്പൂണോളം നമുക്ക് കുരുമുളക് ഇടാം. ജീരകം ഇടാം. ഒരു ഉള്ളി നമുക്ക് ഇതിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ ചെറുതായി കട്ടാക്കി ഇടുന്നുണ്ട്. കരിയാമ്പില കുറഞ്ഞുകൊണ്ടാണ് ഒന്ന് കരിയാമ്പിലയിൽ ഒരു 3-4 ഇല്ലി ഇട്ടാണ് മതി. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് റെഡിയാക്കി. ഇനി അടുത്തത് നമുക്കൊരു 3-4 ഇല്ലി ഒരു 5-6 ഇല്ലി വെളുത്തുള്ളിയും കൂടി ഇടാം. പിന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇടാം. നല്ലോണം വറുത്തെടുക്കാം. നല്ല നമ്മൾ കല്യാണ വീട്ടിലെല്ലാം വറുത്തരച്ച സാമ്പാറെല്ലാം ഉണ്ടല്ലോ, അപ്പം അതേ രൂപത്തിൽ നല്ലോണം വറുത്തെടുത്ത് അരച്ചിട്ട് നമുക്ക് തണ്ണിയിട്ട് നമുക്ക് ഇത് ഒരു ഡബ്ബയിൽ നല്ലോണം 2-3 ദിവസത്തേക്കെല്ലാം എത്തും. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ ഒരു 3-4 കറിയെല്ലാം ആക്കാം. 2-3 ഉണ്ടാകും. നമുക്ക് പല പെട്ടെന്ന് കുറച്ച് ചിക്കൻ മേടിച്ചാലോ, അതല്ലെങ്കിൽ സാമ്പാറിനോ, അതല്ലെങ്കിൽ നമുക്ക് മസാലക്കറി ഇന്നലെ നമ്മൾ വെച്ചായിരുന്നു. ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങായിട്ട് മസാല ഇതേപോലെ നല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ആക്കേണ്ടതുണ്ട്. പിന്നെ അത് കൊണ്ടുവന്ന് അത് വറുത്ത് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്നൊരു കറി ആക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ആക്കിയിട്ട് ഒരാഴ്ചക്ക് വേണ്ടുന്ന എല്ലാ കറീൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ജോലി എടുക്കാം. വേഗം ചോറും വെച്ച് രാവിലെ എത്തിയാക്കി അതിനും കറിക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന് എടുക്കാമല്ലോ. തേങ്ങ അതേപോലെ പച്ച തേങ്ങ നമുക്ക് അരച്ചിട്ട് നമുക്ക് വെക്കാം. 2-3 ദിവസത്തേക്ക് നമുക്കത് ഇപ്പോൾ തേങ്ങേൻ്റെ അങ്ങനെ വറുത്ത് വെക്കുന്നില്ല. അരച്ചിട്ട് ഇത് വെക്കാം. പിന്നെ അതേപോലെ മുളകും അരച്ചിട്ട് നമുക്ക് പൊടിമുളക് വേണ്ട, കായ്മുളക് നമുക്ക് ചില്ലി കായ്മുളകുണ്ട്, മറ്റേ കാശ്മീർ, അതിനും ഒന്ന് നമുക്ക് പൊടിച്ചിട്ട് അരച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കാം. എന്നാൽ നമ്മൾ വേഗം ജോലി അങ്ങ് ഒരുങ്ങി പെട്ടെന്ന് നമുക്കൊരു കറി ആക്കണമെങ്കിലോ എന്തെങ്കിലും ആക്കണമെങ്കിൽ വേഗം ഒരുക്കി നമുക്ക് റെഡിയാക്കാം. ഇത് നന്നായി വറുത്തെടുക്കാം. തുള്ളി ഞാനൊരു 5-6 ചോള ഇതൊന്നും നമ്മൾ അരച്ചിട്ട് ഒരു കുപ്പിയിൽ തുള്ളി നമ്മൾ ഒന്ന് ചതുക്കി വെച്ച് ഇതും നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം.
വെളുത്തുള്ളി ഇങ്ങനെ അരച്ചിട്ടുണ്ട്. ഞാനൊരു കുപ്പിച്ചില്ലിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇതും ഓക്കെ ആയി ചതുക്കി വെച്ച്. ഇനി അടുത്തത് ഇഞ്ചിയെല്ലാം നല്ല ചെത്തി വെള്ളമെല്ലാം ഇതായി, വെള്ളമൊന്നുമില്ല. അപ്പോൾ അത് ചെറുങ്ങനെ കുറച്ച് മുറിച്ചിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ വേറെ ആക്കി. ചിലയിൽ ഇഞ്ചിൻ്റെ ആവശ്യം വരില്ല, ചില ആൾക്കാർക്ക് ഇഞ്ചി ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇഞ്ചി രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിന്. ഇഞ്ചിയും കൂടി നമുക്ക് അരച്ച് വെക്കാം. ഇഞ്ചി റെഡിയായി. അപ്പോൾ ഇഞ്ചിയും നല്ല ഇതാക്കി. ഇതും നമുക്ക് ഒരു നല്ല കുപ്പിയിൽ തന്നെ ആക്കി വെക്കാം. വെക്കുന്ന നെയ്യിൻ്റെയും കാപ്പിപ്പൊടീൻ്റെ എല്ലാം കുപ്പി കഴുകി ക്ലീനായിട്ട് വെക്കും. ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം പൊടിച്ച് വെക്കാനായിട്ട് നമുക്ക് വാങ്ങണ്ടല്ലോ. അപ്പം നല്ല നല്ല കുപ്പിയെല്ലാം ഇങ്ങനെ വരുന്നെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ ഉണക്കി വെക്കും. തേങ്ങ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കല്യാണപ്പുരക്ക് സാമ്പാറിനെല്ലാം വറുക്കുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് വറുത്ത്. ഇനി ഇത് തണിയാൻ വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒന്ന് മാർക്കറ്റിൽ പോയാൽ ഒരു ചോളം വാങ്ങിനു. അപ്പോൾ ഇത് നമ്മളിന്ന് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ മേലെ ലേശം ഉപ്പ് നമ്മൾ ഇട്ടിട്ടാണ് പുഴുങ്ങുന്നത്. കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ ഇങ്ങനെ ഉറ്റിച്ചിട്ട് തിന്നണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് വാങ്ങിയിട്ട് കുറച്ച് 2-3 ദിവസമായില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇത് ആക്കുക. അപ്പോൾ ഇതാക്കി കുക്കറിൽ വെള്ളോട്ട് 2 വിസിൽ അടിച്ച് ഇത് പോവും. ഇതിൻ്റെ വടയും ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. വട ഉണ്ടാക്കും ഇതിൻ്റെ. അതിന് ഇത് പിന്നെ ഇതൊന്നേ ഉള്ളൂ, അതുകൊണ്ട് വടയും ഒന്നിനെ കൊണ്ടാവില്ല. ഇനി ഒന്നും കൂടി ആകുമ്പോൾ ഒന്ന് അരക്കുകയും വേണം, ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് വെക്കണം. വടയും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ പാവ് അരിയിൽ ഇതെല്ലാം ആക്കുന്ന സമയത്ത് ഇതെല്ലാം ഇതാക്കി കുറേ കാര്യങ്ങൾ ഇതിനെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ തോലിങ്ങനെ പൊളിച്ചാൽ നല്ല രസം. നമ്മളെ താമര പൂവ് നല്ല ഇതുപോലെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇത് കണ്ട ഇത് കണ്ട ഇതിൻ്റെ നല്ല ഭംഗിയായിട്ട് താമര പോലെ വിടർന്ന് എന്തോ ഒരു രസമാണ് ഇത് കാണാൻ. കണ്ട ഇത് നമുക്ക് ഈ താമര പോലെ കാണുന്ന ഇതില്ലേ, ഇത് നമുക്ക് കുറച്ച് ദിവസം 2-3 ദിവസം വെച്ചതിന് ശേഷം നമുക്കിതിന് ഈ ഫാബ്രിക് പെയിൻറ്റ് പോലത്തെ ഇതെല്ലാം അടിച്ച് അല്ലെ വാർണിഷ് ഓയിലെല്ലാം അടിച്ചിട്ട് നമുക്കിത് ഷോന് വെക്കാൻ നല്ല ഇതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നല്ല ഇതായിട്ട് നമുക്കിങ്ങനെ പോലെ നല്ല വാർണിഷെല്ലാം ആയിട്ട് നല്ല കളറ് കൊടുത്ത് ഷോന് വെക്കുന്നതിനും അതിനും നല്ല ഉപയോഗിക്കും. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ്. ചെറുതിലായ സമയത്ത് ഭയങ്കര എല്ലാം പഠിക്കാനൊരു ഇത് പ്രത്യേക ഒരു ഇതായിരുന്നു. നോർത്തിലെ ആൾക്കാർ അതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അതെല്ലാം ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പുഴുങ്ങാം. നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം ലേശം വെള്ളം, ഇത് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം ഇടാം. ഇത് പൊതിർന്ന് നിൽക്കണമല്ലോ. ഗ്യാസിലും അടുപ്പാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കുറച്ച് നേരമാവുമല്ലോ. ഇത് നല്ല കുക്കറായതുകൊണ്ട് 2 വിസിലേ വേണ്ടു. അത് കൊടുത്ത് വേവിക്കാൻ വെക്കാം. 2 വിസിലടിച്ചാൽ മതി. തേങ്ങയും അരച്ചിട്ട് വെച്ച് അപ്പം കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് വെക്കാൻ നമുക്ക് ഒരാഴ്ചയോളം ഇത് വെക്കാം. പെട്ടെന്ന് ഒരു മസാലക്കറി വെക്കാനോ ചിക്കൻ വെക്കാനോ സാമ്പാർ വെക്കാനോ
അല്ലെ സോയാബീൻ വെക്കാനോ അങ്ങനെ എന്തിനെങ്കിലും നമുക്ക് പെട്ടെന്നൊരു കറിയാക്കാം. മുട്ടക്കറി വെക്കാനായാലും മസാലയിലോട്ട് ഇതും വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറേ മുമ്പേ ഉണ്ടാക്കി വെച്ച ഒരു മസാല ഉണ്ടല്ലോ. അപ്പോൾ ഇത് അരക്കുമ്പോൾ ഞാൻ ചൂടുവെള്ളം തണിഞ്ഞതാന്ന് എടുത്ത് പച്ചവെള്ളം പോലും ഒരു ശകലം വെള്ളം കൂട്ടിയിട്ടൊന്ന് എന്നാലേ നല്ലോണം അരിയാൻ ഉള്ളൂ. അങ്ങനെ ഇതും റെഡിയാക്കി വെച്ച് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇതും റെഡിയാക്കി ഓക്കെ. ഒരു കായും മുളകും കൂടി അരച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഒരാഴ്ച ഒന്നര ഇത് നടക്കും. നല്ല കളറിനെല്ലാം വേണമെങ്കിൽ നല്ല ഇത് കാശ്മീരി മുളകാണ്. കാശ്മീരി കളറ് കിട്ടാവില്ല. അപ്പോൾ അതും കൂടി അരച്ച് നമ്മളവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി എടുക്കാം, പെട്ടെന്ന് ഭക്ഷണമാക്കാം. തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരക്കേണ്ടിയിട്ട്. തണുത്ത വെള്ളം ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുകൊണ്ട് ഇത് അരച്ചെടുക്കാം വെക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് റെഡിയാക്കി എല്ലാം പൊടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കാശ്മീരി മുളക് അരച്ചത്, ഇത് വറുത്തരച്ച തേങ്ങ ഇത് നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച. ഇത് ചില്ലി ഫ്ലേക്സ് ഇതുപോലെ നമ്മൾ വെക്കുക. പിന്നെ ഇത് ഇഞ്ചി പൊടി അരച്ചത്, ഇത് വെളുത്തുള്ളി അരച്ചത്, ഇത് ഉലുവ പൊടിച്ചത്, ഇത് ജീരകവും പെരുംജീരകവും വെറും നല്ല ജീരകം കൂടി മൂന്നും കൂടി മിക്സ് ആക്കിയത്, ഇത് മല്ലി മാത്രം ഒതുങ്ങി, ഇത് ജീരകം. അങ്ങനെ ഇത്രയും ഐറ്റംസ് ഞാൻ സ്റ്റോറേജ് ചെയ്ത് വെച്ചു. 1 2 3 4 5 6 7 8 9 ഐറ്റംസ് സ്റ്റോറേജ് ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു കറി ആക്കണമെങ്കിലോ അല്ലെ എവിടെയും പോയി വന്ന് പെട്ടെന്ന് നമുക്ക് ഭക്ഷണം ആക്കണമെങ്കിലോ അല്ലെ ആരെങ്കിലും നമ്മളിപ്പോൾ സദ്യ വിരുന്ന് വരുന്നുണ്ടെങ്കിലോ നമുക്ക് പെട്ടെന്ന് ഒരുപാട് കറികളും അതിലാക്കാം. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് പല വിധത്തിലുള്ള കറികൾ, നമുക്ക് പല ടേസ്റ്റിലും പല വ്യത്യസ്തമായിട്ട് പല കറികളും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നല്ല നമ്മൾ തന്നെ വറുത്ത് പൊടിക്കുന്ന തന്നെ ആയതുകൊണ്ട് നല്ല ഇതായിട്ടുണ്ടാവും, വൃത്തി ഉണ്ടാവും, എല്ലാം കൊണ്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പല പല ടിപ്പുമായിട്ട് ഞാൻ ഓരോരിക്കൽ ഒരുപാടുണ്ട്. ഇഷ്ടംപോലെ നല്ല നല്ല കുക്കിംഗ് ഉണ്ട്. നമുക്ക് വീട്ടിൽ ജോലി എങ്ങനെ ഒരുക്കാന്നുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. എന്നുവെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി എടുക്കണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നമ്മളെ വീട്ടിൽ വേണ്ടുന്നതിന് വേറെ ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തു വെക്കുന്ന പെട്ടെന്ന് എനിക്കിപ്പം ഞാൻ വിചാരിക്കും കുറേ ബാഗിൻ്റെ മെറ്റീരിയൽ ഉണ്ട്, അത് ഇവിടെ ഇരുന്ന് ആ കുറച്ച് സമയം കണ്ടെത്തി അതും കൂടി നമുക്കൊന്ന് റെഡിയാക്കാം. എന്തായാലും നമുക്കൊരു ചെറിയ പൈസ കിട്ടുന്നത് നമ്മളെ ആവശ്യത്തിന് നല്ലതാണ്. പച്ചക്കറി ആയാലും മീനായാലും നമുക്ക് വാങ്ങാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം കൂടി ആവുമല്ലോ നമ്മളെ കൊണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയുള്ള സമയം വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ നല്ലോണം വെക്കാം. പെട്ടെന്ന് നല്ല നല്ല സൂപ്പർ കറിയാക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുക്കിംഗ് വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ റെഡി. ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ ബൈ.